ഒരുപാട് ആൾക്കാർ നമുക്കെതിരെ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, വെറുതെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ഈയിടെയായിട്ട് കുറച്ച് ഓവറാണ്. അതായത് എന്തും പറയാം, എന്ത് തോന്നിയാസവും പറയാം, എന്തും ആരെയും പറയാം, എന്തൊക്കെ വേണമെങ്കിലും പറയാം, മക്കളെയും പറയാം, ഭാര്യമാരെ പറയാം, എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയേക്കണേണ് സോഷ്യൽ മീഡിയ. അപ്പൊ ബഷീർ പശാൻ ഫാമിലി താങ്കളെ കുറിച്ച് പ്രതികരിച്ചവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് സംഭവം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ബഷീർ പശുവിന്റെ രണ്ടാം ഭാര്യയായിട്ടുള്ള മഷൂറയും കൂട്ടി ബഷീർ ബാങ്കോക്കിലേക്ക് ഒരു ട്രിപ്പ് പോയി. അതിനുശേഷം സുഹാൻ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇവർ ബാങ്കോക്കിലേക്ക് പോയ കാര്യം സുഹാൻ ആ വ്ളോഗിലൂടെ പറഞ്ഞു. സുഹാൻ ആ പറഞ്ഞതിനെ പലതരത്തിലും വ്യാഖ്യാനിച്ചുകൊണ്ട് പല ചാനലുകളിലും വീഡിയോകൾ വന്നു. അതിനൊക്കെ ഒടുക്കത്ത് റീച്ചും കിട്ടാൻ തുടങ്ങി. അതോടെ ഈ സംഭവം വൻ വൈറലായി മാറാനും തുടങ്ങി. ഇതാണ് സംഭവം. ആക്ച്വലി അവർ ബാങ്കോക്കിലേക്ക് പോയത് എന്തിനാണെന്ന് വെച്ചാണെങ്കിൽ മഷൂർ ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ പർച്ചേസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ബാങ്കോക്കിലേക്ക് ആക്ച്വലി പോയിട്ടുള്ളത്. പക്ഷേ പലരും സുഹാനയുടെ ക്ലിപ്പും വെച്ച് മറ്റൊരു തരത്തിലാണ് ഇതിനെ പ്രചരിപ്പിച്ചത്. അപ്പൊ അതിനെതിരെയാണ് ബഷീർ പശുവും ഫാമിലിയും കേസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ ഇവർ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും കണ്ടോക്കാം. ഒരുപാട് ആൾക്കാർ നമുക്കെതിരെ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, വെറുതെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ഈയിടെയായിട്ട് കുറച്ച് ഓവറാണ്. അതായത് എന്തും പറയാം, എന്ത് തോന്നിയാസവും പറയാം, എന്തും ആരെയും പറയാം, എന്തൊക്കെ വേണമെങ്കിലും പറയാം, മക്കളെയും പറയാം, ഭാര്യമാരെ പറയാം, എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയേക്കണേണ് സോഷ്യൽ മീഡിയ കമന്റോളികൾ. അത്ര അതമ്പതിച്ചിരിക്കണേ. പക്ഷെ അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിട്ടുകളയാൻ താല്പര്യമില്ല. അപ്പൊ കമന്റോളുകളെയും ചേർത്ത് കേസ് കൊടുക്കാനാണ് പ്ലാൻ അല്ലെ? നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തവർക്കെതിരെ കേസ് കൊടുക്കുന്നതൊക്കെ ഓക്കെ, പക്ഷെ കമന്റ് ചെയ്തവർക്കെതിരെ കേസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്റെ വീഡിയോക്ക് താഴെ 4 നെഗറ്റീവ് കമന്റ്സ് വന്ന് അവർക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സൈബർ സെല്ലിലേക്ക് ചെന്നിട്ട് യാതൊരു കാര്യമില്ല. അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. വേണമെങ്കിലും നിങ്ങളെ നോക്കാന്ന് പറഞ്ഞ് അവർ പറഞ്ഞയക്കും. അതിനപ്പുറത്തേക്ക് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് 100 കൂട്ടം പണികളുണ്ട്. അതിനിടയിൽ കൂടി നിങ്ങളുടെ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ട ആളുകളുടെ ഐഡിയും കൊടുത്ത് അതിന്റെ ഡീറ്റെയിൽസ് തപ്പി പിടിക്കാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അവർ അതിനായിട്ട് മെനക്കിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ട ആളുകളുടെ ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് നിങ്ങൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവർ പിന്നെ ആക്ഷൻ എടുത്തേക്കാം. അല്ലാതെ നിങ്ങൾ 4 കമന്റിന് സ്ക്രീൻഷോട്ടും കൊണ്ടുപോയി കൊടുത്തിട്ട് അവരുടെ ഐഡിയും തപ്പി പിടിച്ച് അവർക്കെതിരെ ആക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നടന്നത് തന്നെ അല്ല. സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ നടന്നതാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇത്തവണ ബഷീർ പശാൻ ഫാമിലി 3 റിയാക്ഷൻ വ്ളോഗേഴ്സിനെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അവരാരൊക്കെയാണെന്നുള്ളത് ബഷീർ പശയുടെ വായിലൂടെ തന്നെ നമുക്ക് കേട്ടോക്കാം. ഒന്ന്, നമ്മുടെ ഷഫീന ബീവി അറിയാലോ. ഷഫീന ബീവിയുടെ പേര് പോലും ഇന്നവരെ ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല, എന്റെ നാവാലെ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല. അത്ര എനിക്ക് താല്പര്യമില്ലാത്തൊരു സ്ത്രീയാണ്. അത്ര എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അവരെ കാണാൻ പോലും ഇഷ്ടമല്ല. എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യം, ഞാൻ ഷഫീന ബീവിക്കെതിരെയും ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഒന്ന് തുറന്നു കാണിച്ച് ജസ്റ്റ് എടുത്തു തരാം. ഇത് ഷഫീന ബീവിക്കെതിരെയുള്ള ഇതാണ്, കംപ്ലൈന്റ് ആണ്. അല്ല, അതിന്റെ സൈനും കാര്യങ്ങളൊക്കെ ഷഫീന ബീവി ഇട്ടിട്ടുള്ള വീഡിയോയുടെ ബെസ്റ്റ്. നല്ല ആൾക്കെതിരെയാണ് കേസ് കൊടുക്കാൻ പോകുന്നത്. ആ ഷഫീന ബീവിക്ക് ജീവിക്കണ തന്നെ കുറെ കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കോട്ടയത്തുള്ള ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ച് നോക്കിയാൽ മതി. അത്രയും കേസുകൾ അവർക്കെതിരെ നിലവിൽ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. ആ കേസുകളുടെ കൂട്ടത്തിൽ ഒരു കേസും കൂടി അത്രേ ഇതുണ്ടാവത്തുള്ളൂ. അല്ലാണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എന്തായാലും കൊള്ളാം, നല്ല ആൾക്കെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ മഹത് വ്യക്തി ആരാണോ നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പൊ രണ്ടാമത്തെ ഭാഗ്യവാൻ പുള്ളിക്കാരനാണ്. റിയാക്ടിങ് കേരള എന്നാണ് ചാനലിന്റെ പേര്. അതിന്റെ മെയിൻ പേജ് ഉണ്ട്. സുഹാനയുടെ എന്താ അണ്ടി പോയ അണ്ണാനെ പോയ അങ്ങനെ പലതും അതിന്റെ ഇടയിൽ കമന്റോളികൾ വരാം. അതിനുള്ള സമയമുണ്ട്. ഇത് കാണിച്ച ചാനലിന്റെ പേജ് കാണിച്ചത്. നമ്മളിങ്ങനെ ഒരു ചാനലിനെ ഒന്ന് എടുത്തു പറയാനും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനും നിൽക്കാത്ത ആൾക്കാരാണ്. ഇത് കണ്ടില്ലേ? അപ്പൊ ക്രിയേറ്റഡ് ബൈ ഷഫീഖ് തിരൂർ എന്നാണ്. ഷഫീഖ് തിരൂർ, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, ഈ ചാനൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സുഹാനെ കുറിച്ച് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ അടിച്ചിറക്കിയ ഒരു ചാനലാണ്. ഈ ചാനൽ വന്ന ആ വീഡിയോ വെച്ചിട്ടാണ് പലരും ഇവരുടെ വിഷയം റിയാക്ട് ചെയ്തത് തന്നെ. എന്തായാലും റിയാക്ടിങ് കേരളയിലെ ഇവര് കേസ് കൊടുക്കാൻ ആസ്പദമായിട്ടുള്ള ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. ആണല്ലേ? യെസ്, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടില്. ഒരു സർപ്രൈസ് എന്ന് പറയണോ, എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടെ ഇപ്പൊ. മഷുവും ബഷീയും ഇബ്രും ബാങ്കോക്കിലാണ് ഗൈസ്.
ഓക്കെ, സ്വയം സംസാരിക്കുന്ന പോലെയാണ് ഇവിടെ സ്ലൈഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അല്ലേ. മഷൂറയും ബഷീറും എന്നെ കൂട്ടാതെ ബാങ്കോങ്ങിലേക്ക് പോയി, ഞാൻ 2ാം തരംകാരിയായി എന്നൊക്കെയുള്ള രീതിയിലാണ് ഓരോന്നും അവിടെ എഴുതി പിടിപ്പിച്ച് വെച്ചേക്കുന്നത്. അതൊക്കെ ഭയങ്കര ഓവറാണുള്ളത് പറഞ്ഞാണെങ്കിൽ. എന്തായാലും ഇപ്പൊ ഞാൻ യൂട്യൂബിൽ തപ്പി നോക്കിയ സമയത്ത് ഈ ചാനൽ അവിടെ നിലവിലില്ല കേട്ടോ. ഇനിയിപ്പോ ബഷീർ ബഷി ആ ചാനൽ അടിച്ചു കളഞ്ഞോന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയ സ്ഥിതിക്ക് ഇവരൊക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ്. അല്ല, ഒരാളെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് സപ്പോർട്ട് ചെയ്യുന്ന പ്രവണത നമുക്കില്ല. എന്തായാലും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണല്ലോ, അതാണല്ലോ അതിന്റേതായ രീതി. ഇനി 3ാമത് ആർക്കെതിരെയാണ് കേസ് കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. അതിനെതിരെയുള്ളത് എടുത്ത് അത് സുഹാനയുണ്ട്. അതുലിനെതിരെ സുഹാനയാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത്. കാരണം അതുലിന്റെ ആ തന്നയിലൊക്കെ, അതായത് വായിച്ച് ആ തന്നയിലൊന്ന് കാണിച്ചു കൊടുത്തേ. ബഷീർ തന്റെ ആദ്യ ഭാര്യ സുഹാനയെ തിരിഞ്ഞു നോക്കുന്നില്ല, ക്വസ്റ്റ്യൻ ഭാര്യ രംഗത്ത്. ഇല്ലാത്തൊരു കാര്യമാണ് നിന്റെ തന്നയിലും, ഇല്ലാത്തൊരു കാര്യമാണ് നിന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞതും കാര്യങ്ങളൊക്കെ. അപ്പൊ മോനെ, അതിന് സുഹാന തന്നെ കംപ്ലൈന്റ് കൊടുക്കണമായിരിക്കും അതിന് ഉത്തമം. അപ്പൊ അതിൽ ബ്ലോഗിന്റെ അതിന്റെ കമന്റ് സെക്ഷൻ ബാക്കി അവന്റെ ചാനൽ കാണിച്ച്, അവന്റെ ചാനൽ. അപ്പൊ അതിൽ ബ്ലോഗ്, കൺഗ്രാറ്റുലേഷൻ, നിനക്കും നല്ലൊരു ഭാവിയുണ്ട്. കുറച്ചധികം നിനക്കൊക്കെയുള്ള എതിരെയുള്ള കേസൊക്കെ ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകളയൊന്നും വിചാരിക്കണ്ട. നല്ലോണം പാടുപെടുത്തും ഞാൻ ഇതിന്റെ ഏതൊക്കെ അറ്റം വരാൻ പോകാൻ പറ്റുമോ അങ്ങേയറ്റം വരെ പോകും. അതിനെതിരെ ഭയങ്കര ആർച്ചായിട്ടാണ് ഇവിടെ ബഷീർ ബഷി സംസാരിക്കുന്നത് അല്ലേ. മേ ബി അതിന്റെ പ്രസന്റേഷൻ കൊണ്ടാകാം ഭയങ്കരമായിട്ട് എടുത്തടിച്ച് സംസാരിക്കുന്ന ഒരു രീതിയാണല്ലോ അതിൻ്റെത്. അതൊരു പക്ഷെ പലർക്കും അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടാറുമില്ല. അതുകൊണ്ടാണല്ലോ ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്തിട്ടും രേണു സുധി അതിനെതിരെ തന്നെ തെരഞ്ഞു പിടിച്ച് കേസ് കൊടുത്തത്. എനിക്കിവിടെ ബഷീർ ബഷി അതിനെതിരെ സംസാരിച്ചപ്പോൾ ഓർമ്മ വന്നത് രേണു സുധി ഇൻസിഡന്റ് തന്നെയാണ്. അതായത് 2 മാസം മുമ്പ് രേണു സുധി അതിനെതിരെ കേസ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമില്ലാത്ത റീച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലായിരുന്നു അതിൻ്റെത്. പക്ഷെ ആ കേസ് വന്നതിന് ശേഷം ആ ചാനൽ പെട്ടെന്ന് അങ്ങോട്ട് ബൂസ്റ്റപ്പ് ആയി, ഒടുക്ക റീച്ച്. ഇപ്പൊ എന്തിട്ടാലും നല്ല റീച്ചിലേക്കാണ് ആ ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മിക്കവാറും ഇവിടെയും സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ഈ 3 പേരെ കൊണ്ടൊന്നും കേസ് അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് ബഷീർ ബഷി തുടർന്ന് പറയുന്നത്. വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളവർക്കെതിരെയും കൂടി കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. നല്ല കാര്യം, നിങ്ങളെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക തന്നെ വേണം. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ബഷീർ ബഷി ഈ വീഡിയോ ചെയ്ത് ഇതിന്റെ കമന്റ് ബോക്സ് ഞാൻ നോക്കിയ സമയത്ത് അതിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ബഷീർ ബഷി റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് വായിച്ചു തരാം. ആ കൈസും ഇട്ടിട്ടുണ്ട് വീഡിയോ. അപ്പൊ അതിന് ബഷീർ ബഷി കൊടുത്ത റിപ്ലൈ ആണ്, നാളത്തെ പോക്കിൽ അവനുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനൊരുത്തും കൊടുത്ത റിപ്ലൈ ആണ്, ബഷീർക്ക ആ കൈസിന് ഒരു 8ന് പണി കൊടുക്കണം കേട്ടോ. എന്തൊരു ശുഷ്കാന്തി. അപ്പൊ എനിക്കുള്ള പണി ബഷീർ ബഷി റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ബഷീർ ബഷി പറയുന്നത്. നല്ല കാര്യം. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ലേ, എനിക്കെതിരെ എന്തും പറഞ്ഞുകൊണ്ടാണ് ബഷീർ ബഷി കേസ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പൊ ബഷീർ ബഷി ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് അറിയാം. ആ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ആകെ പറയുന്ന കാര്യം എന്താണ്, സുഹാനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് ഫേക്ക് ന്യൂസ് പ്രചരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഞാൻ ജനങ്ങളെ ബോധിപ്പിച്ചു. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ബഷീർ ബഷിയും ഫാമിലിയും മെനിഞ്ഞാന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യുന്ന പല കാര്യങ്ങളെയും ഇവർ ന്യായീകരിക്കുന്നുണ്ട്. ആ ന്യായീകരിച്ചതിൽ പലതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്റെ വിമർശന പരിധിയിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങളെ ഞാൻ വിമർശിച്ചു. അത്രേ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുള്ളൂ. മെയിൻ ആയിട്ട് ഈ ബഹുഭാരിത്വം എന്ന കോൺസെപ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്ന് ആഘോഷിക്കുന്നതിനെതിരെയും പിന്നെ ബഷീർ ബഷി ചെയ്യുന്ന കാര്യങ്ങൾ ഇസ്ലാമിനെ കൂട്ടിപ്പിടിക്കുന്നതിനെതിരെയും ഒക്കെയാണ് ഞാൻ സംസാരിച്ചത്. അതിനപ്പുറത്തേക്ക് ബഷീർ ബഷിയുടെ കുടുംബത്തെ അപമാനിക്കുന്ന രീതിയിലോ സുഹാനെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലോ ഞാൻ ഒന്നും പറഞ്ഞു വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസ് കൊടുക്കാൻ മാത്രം ഞാൻ ചെയ്ത വീഡിയോയിൽ എന്ത് തേങ്ങയാണുള്ളത് എന്നുള്ളതാണ്. ഇനി കേസ് കൊടുത്താൽ തന്നെ അത് നിലനിൽക്കാനും പോകുന്നില്ല. അതെനിക്ക് 100% ഉറപ്പുണ്ട്. ആ ഉറപ്പിന്റെ പുറത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതും. പിന്നെ ഇതിന്റെ പേരിലൊക്കെ എനിക്കെതിരെ കേസ് എടുക്കാനാണെങ്കിൽ ഇവിടുത്തെ നിയമത്തോടും നിയമവ്യവസ്ഥയോടും എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് കേസ് എടുത്തതിന് ശേഷം ഞാൻ പറയാം. കാരണം നമ്മളും പല ആവശ്യങ്ങൾക്കും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ഭാര്യ പച്ചക്കുരുത്തിലായവരും വന്ന് തെറി വിളിച്ചിട്ട് പോലും ഞാൻ അതുമായി പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് കയറി ഇറങ്ങിയിട്ടുണ്ട്. ആ കഥകൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട് മക്കളെ. അപ്പൊ പോലും എനിക്ക് കിട്ടാത്ത പ്രിവിലേജ് കേവലം ഞാൻ ഒരാളെ വിമർശിച്ചതിന്റെ പേരിൽ വേറൊരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണല്ലോ. അത് എനിക്കെതിരെ കേസ് വരികയാണെങ്കിൽ അപ്പൊ ഞാൻ അതും വെച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എനിവേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് അറിയും, ബഷീർ ബഷി ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ട് വീഡിയോ ഇട്ട സമയത്ത് ബഷീർ ബഷിയുടെ കമന്റ് ബോക്സിൽ ഉഗ്രം സപ്പോർട്ടാണ്. കേസ് കൊടുക്കണം, ഇനി ഒരുത്തന്റെയും നാവ് പൊന്തരുത് എന്നുള്ള രീതിയിലൊക്കെയാണ് കമന്റ് ഇട്ട് വെച്ചേക്കുന്നത്. അതിനെ കുറിച്ചൊക്കെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞ അതുലിന്റെയും ഷെഫീന ബീവിയുടെയും കമന്റ് ബോക്സ് നോക്കുന്ന സമയത്ത് അതിൽ ഫുള്ളും ഷെഫീനെയും അതുലിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണ്. ഇവർ ഇത്രയൊക്കെ അതിനെ കുറിച്ചും ഷെഫീനെ കുറിച്ച് പറഞ്ഞിട്ട് പോലും അതിന് അത്യാവശ്യം റീച്ച് കിട്ടിയിട്ട് പോലും അവർക്കെതിരെ തെറികളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. വരുന്നുണ്ട് 10 1 2 ഒക്കെ ആയിട്ട്, അല്ലാത്ത കമന്റുകൾ മൊത്തം പോസിറ്റീവാണ്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഈ ബഷീർ ബഷിയുടെ വീഡിയോസ് കാണുന്ന 2 3 ലക്ഷം ആളുകൾക്ക് അപ്പുറത്തേക്ക് ഇവർക്കൊരു പബ്ലിക് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ അതിലും ഷെഫീനെയും ഒക്കെ ഏറി കയറേണ്ട സമയം കഴിഞ്ഞു. എനിക്കെതിരെ ബഷീർ കേസ് കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. എന്തും പറഞ്ഞുകൊണ്ടാണ് എനിക്കെതിരെ കേസ് എടുക്കാൻ പോകുന്നത് എന്ന് എനിക്ക് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. ആ ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.